എല്ലാവർക്കും ജോൺസ്റ്റിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2.1 ആംപ്ലിഫയറിൻ്റെ റിവ്യൂ ആണ്. അതായത് എന്നും പറയുന്ന പോലെ നമ്മളെ ചാനൽ റിവ്യൂ ചെയ്തതിൽ വെച്ച് ഏറ്റവും പവർ കൂടി 2.1 ആംപ്ലിഫയറിൻ്റെ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഓരോ വീഡിയോ കഴിയുമ്പോഴും അടുത്ത ആംപ്ലിഫയറിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ അതിനേക്കാളും പവർ കൂടി ആംപ്ലിഫയറാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 450 വാട്ട്സ് RMSൽ വരുന്ന ഒരു 2.1 ആംപ്ലിഫയർ ആണ്. അതായത് JBL 12 ഇഞ്ചിൻ്റെ 1500 വാട്ട്സ് പീക്ക് പവറിൽ ലഭിക്കുന്ന ആ ഒരു സബ്വൂഫറിനൊക്കെ കണക്കാക്കി ചെയ്തൊരു 2.1 ആംപ്ലിഫയർ ആണ്. സൈഡ് ചാനൽ എനിക്ക് 10 ഇഞ്ച് വരെ ലോഡ് ചെയ്യാൻ പറ്റും. കാരണം 100+100 സൈഡ് ചാനൽ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞു തിരിക്കുന്നില്ല, ഞാൻ ഇതിലേക്ക് കാണിച്ചു തരാം. അതായത് ആംപ്ലിഫയറിൻ്റെ ലുക്ക്, അതോടൊപ്പം തന്നെ അതിൽ ഏതൊക്കെ ബോർഡാണ് കാര്യങ്ങൾ യൂസ് ചെയ്തെന്നൊക്കെ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഓർഡർ നമുക്ക് തന്നിട്ടുള്ളത്, ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ അസംബിൾ ചെയ്തിട്ടുള്ളത് എറണാകുളത്തുള്ള ഷാജി ചേട്ടന് വേണ്ടിയാണ്. അപ്പോൾ ഷാജി ചേട്ടന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ആംപ്ലിഫയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിക്കുക. കോൾ ചെയ്യേണ്ട, വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഞാൻ. ഓക്കെ, റിപ്ലൈ തരാത്ത കേടൊന്നുമില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങളൊരു സൗണ്ട് ഭ്രാന്തനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇഷ്ടം പോലെ ആംപ്ലിഫയർ ഇനി റിവ്യൂ ചെയ്യാനുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് സൗണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ജോൺസ്റ്റിക്കിൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആംപ്ലിഫയറിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ പതിവിൽ ചെയ്യുന്നതിന് വിപരീതമായിട്ട് റെഡ് ലൈറ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേ ആണെങ്കിലും ആ ഒരു മാസ്റ്റർ വോളിയം കൺട്രോളിൻ്റെ ഇതാണെങ്കിലും നമ്മൾ ഒരു റെഡ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും നോക്കാം. ആദ്യം തന്നെ സബിൻ്റെ ഒരു വോളിയം കൺട്രോളാണ് വരുന്നത്. പിന്നീട് മൈക്ക് കാണാം. അതോടൊപ്പം തന്നെ ട്രെബിള്, ബാസ്, ഫ്രണ്ട്, ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിൻ്റെ വോളിയം കൺട്രോൾ. അതോടൊപ്പം തന്നെ വോളിയം എൻകോഡറാണ് മാസ്റ്ററായിട്ട് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പവർ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ USB മൊഡ്യൂളാണ്, ജിസാൻ്റെ USB മൊഡ്യൂളാണ് മൈക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വശം കാണാം. ആംപ്ലിഫയറിൻ്റെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ ഒരു സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ AC കോഡ് കാണാം. അതോടൊപ്പം തന്നെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ കണക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്വൂഫർ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് കാണാം. നമ്മളിത് 5.1 ക്യാബിൻ ആയതുകൊണ്ട് നമ്മൾ ഒരു സ്പീക്കർ കണക്ട് ചെയ്യുന്ന ഭാഗം നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ജോൺസ്റ്റെക്കെന്നും ജോൺസാഡീസും നമ്മളെ ബ്രാൻഡ് നെയിം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ കൂളിംഗ് ഫാന് കാണാം. ഇൻബിൽഡായിട്ട് വേറൊരു കൂളിംഗ് ഫാനും കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഓക്സ് ഇൻപുട്ടും കാണാം. FM-ൻ്റെ ഒരു ആൻറ്റിനിയാണ് ആ നീല വയർ എന്ന് പറയുന്നത്. FM വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ FM-ൻ്റെ ആൻറ്റിന ഇട്ടത്. അപ്പോൾ ബാക്ക് വശം വന്നിട്ട് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഉൾവശം കാണാം. അതായത് ഏതൊക്കെ ബോർഡാണ്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്നൊക്കെ നമുക്ക് കാണാം. അതിന് മുൻപ് നമുക്കൊന്ന് ആംപ്ലിഫയർ ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ പോപ്പപ്പ് സൗണ്ടും കാര്യങ്ങളില്ല. സ്പീക്കർ പ്രൊട്ടക്ഷനും കാര്യങ്ങളും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് വരുന്നത്. വളരെ വൃത്തിക്ക് തന്നെ നമ്മൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വയറിങ്ങിലല്ല കാര്യം, നോയ്സ് അതോടൊപ്പം തന്നെ ഹമ്മിങ് ഒന്നും ഇല്ലാതെ നമുക്ക് സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ള കാര്യം. എന്നാലും നമ്മൾ വയറിങ് കാര്യങ്ങൾ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇന്നും ഒന്ന് ഔട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സ്പീക്കർ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ 4 MOSFET ബോർഡ് ഇവിടെ കാണാം. ഇതിൽ സബ്വൂഫർ 12 ഇഞ്ച് വരെ 350 വാട്ട് RMS വരുന്നത് കൊടുക്കാം. അതായത് JBL ആ 12 ഇഞ്ചിൻ്റെ സബ്ബൊക്കെ ഇതിൽ ലോഡ് ചെയ്യാം. സൈഡ് ചാനൽ 2 ട്രാൻസിസ്റ്റർ ബോർഡാണ്, 100+100 വരുന്നത്. ഇതിൽ നമുക്ക് 10 ഇഞ്ചിൻ്റെ 2 വൂഫർ അടക്കം കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതാണ് ഇതിൻ്റെ ഫിൽറ്ററിങ് സെക്ഷന്. 10000 F-ൻ്റെ 4 കപ്പാസിറ്ററാണ് കൊടുത്തിട്ടുള്ളത്. AC ട്രാൻസ്ഫോർ 27027 8 ആംപിയറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിൽ ടാപ്പിങ്ങും കാര്യങ്ങളും കാണാം, അതായത് കൂളിംഗ് ഫാന് തുടങ്ങിയ കാര്യങ്ങളിൽ. പിന്നെ ഒരു അഡാപ്റ്റർ കാണാം, അതായത് 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ. 2 ഫാൻ വരുന്നതുകൊണ്ട് തന്നെ എല്ലതും നമ്മൾ ട്രാൻസ്ഫോർമറിൽ നിന്ന് എടുത്തിട്ടില്ല. അഡാപ്റ്റർ വഴിയാണ് നമ്മൾ ലൈറ്റും ഫാനും കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ സബ്വൂഫർ ഫിൽറ്റർ ബോർഡ് പ്ലസ് BT ബോർഡ് 2.1 ആണ്. ഓക്കെ, അതാകുമ്പോൾ നമുക്ക് വയറിങ്ങും കാര്യങ്ങളും കുറഞ്ഞു കിട്ടുകയും ചെയ്യും, നല്ല പെർഫോമൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉൾവശത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഈ റിമോട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കൂടെ കിട്ടുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള റിമോട്ടാണ്. ഓക്കെ, ഇതിൽ ബാസ്, ട്രിബിള്, മൈക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റിയും കൂടി ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു തരാം. ഈ ഒരു ആംപ്ലിഫയറിൽ മൈക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമോട്ടിൽ മോഡിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. റിമോട്ടിൽ മോഡിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഇതിൽ ഇങ്ങനെ എഴുതി കാണിക്കും. ഇങ്ങനെ എഴുതി കാണിച്ചാലേ മൈക്കിൻ്റെ സെക്ഷൻ ഓൺ ആവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത് മൈക്കിൻ്റെ ഓഡിയോ ആണ്. അതായത് നമ്മൾ 8 ഇഞ്ചിൻ്റെ 2 വൂഫറാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, വിത്തൗട്ട് സബ് വൂഫറാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയ പ്രോഗ്രാം അല്ല, അത്യാവശ്യം വലിയ പ്രോഗ്രാം തന്നെ ഈ ഒരു ആംപ്ലിഫയർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊരു ലോക്കലായിട്ടുള്ള ഒരു മൈക്കാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇതിൽ എക്കോ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
അത് ഞാൻ കഴിഞ്ഞ ആംപ്ലിഫയർ റിവ്യൂ വീഡിയോയിലൊക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ മൈക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത്രയാണ്. കരോക്കെ ഇട്ടൊക്കെ നിങ്ങൾക്ക് പാടാനൊക്കെ പറ്റും, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ പകുതി വോളിയം പോലും വെച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത്. ഈ ഒരു ആംപ്ലിഫയറിൽ എങ്ങനെയാണ് എക്കോ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് ഈ വോളിയം എൻകോഡർ ഇവിടെ കാണാം. എൻകോഡർ ഒറ്റ പ്രാവശ്യം നിൽക്കി കഴിഞ്ഞാൽ ബാസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ പ്രാവശ്യം നിൽക്കുമ്പോൾ ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ പ്രാവശ്യത്തിൽ എക്കോയാണ്. ഇതാണ് എക്കോ എന്ന് പറയുന്നത്. എക്കോ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതാണ് മൈക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എൻകോഡർ വഴി തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മൈക്കിൻ്റെ ആ ഒരു സൗണ്ട് ഔട്ട്പുട്ട് ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ 8 ഇഞ്ചിൻ്റെ 2 വൂഫറാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. 10 ഇഞ്ച് വരെ ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത് കുറഞ്ഞ വാട്ട്സ് ഉള്ള വൂഫറാണ്. അതായത് 50 വാട്ട്സ് പെർ ചാനൽ, അങ്ങനെ 100 വാട്ട്സിൻ്റെ ചെറിയൊരു വാട്ട്സ് തരുന്ന ആ ഒരു വൂഫറാണ്. ഇതിൽ നമുക്ക് 8 ഇഞ്ചിൻ്റെ ഒരു 100 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ 10 ഇഞ്ച് 100 വാട്ട്സ് വരുന്ന 2 വൂഫർ കൊടുക്കാം. ഓക്കെ, 4 ഓംസും 8 ഓംസും കൊടുക്കാം. അതോടൊപ്പം തന്നെ സബ് വൂഫർ നമ്മൾ ചെറിയൊരു സബ് വൂഫറാണ് ഇപ്പോൾ ടെസ്റ്റിങ്ങിന് വെച്ചിട്ടുള്ളത്. 12 ഇഞ്ചിൻ്റെ സബ് കണക്ട് ചെയ്യേണ്ട ഈ ഒരു ആംപ്ലിഫയറിൽ ഈ ഒരു കുഞ്ഞ് സബ് വൂഫർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി പോലും നമുക്ക് തുറക്കാൻ പറ്റില്ല. കാൽ ഭാഗത്ത് ഇടുമ്പോഴത്തേന് അതിൻ്റെ മാക്സിമം ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു നോൺ കോപ്പിറൈറ്റ് ആയുള്ള ആ ഒരു സൗണ്ട് പ്ലേ ചെയ്യാം. നോൺ കോപ്പിറൈറ്റ് ആയ ആ ഒരു സോങ് പ്ലേ ചെയ്യുമ്പോഴും നമുക്ക് എന്താ പറയുക, നമുക്ക് കോപ്പിറൈറ്റ് അടിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ മ്യൂട്ട് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാട്ട് കേൾക്കാവുന്നതാണ്. 2 പാട്ട് ഞാൻ ടെസ്റ്റിങ്ങിന് ഇട്ട് തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ആംപ്ലിഫയർ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീവർക്ക് ഇതിന് തരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. കോൺടാക്റ്റ്, അതായത് കോൾ ചെയ്യേണ്ട, വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. കോൾ ചെയ്യേണ്ടെന്ന് പറയാൻ കാരണം, വിളിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എടുക്കാൻ പറ്റില്ല, നമ്മൾ പല മേഖലയിൽ തിരക്കിലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. ഓക്കെ, വിലയും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ ആംപ്ലിഫയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും, നിങ്ങളെ സൗണ്ട് ഭ്രാന്തന്മാരായ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ബൈ.